അപ്പോൾ ഞാനൊരു ബുക്ക് ഒരാൾക്ക് തരാൻ പോവുകയാണ്. ഇത് ശരിക്കും പറഞ്ഞൊരു ബുക്കല്ല, ഇതൊരു ലോക്കറാണ്. ബുക്ക് ഷെൽഫിൻ്റെ ഇടയിൽ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്നൊന്നും അറിയില്ല കേട്ടോ. പകലിൽ നോക്കിയാൽ പോലും ഇത് ബുക്കാണെന്ന് തെറ്റിദ്ധരിക്കും. നമ്പർ ലോക്ക് വെച്ച് നമുക്ക് അത്യാവശ്യം സാധനങ്ങളൊക്കെ സൂക്ഷിച്ച് വെക്കാൻ പറ്റിയ ഒരു ലോക്കറാണ്. ഇപ്പോൾ ഞാൻ ആമസോണിൽ നിന്നാണ് ഇത് മേടിച്ചത്. വന്നപ്പോൾ കുറച്ച് ഡാമേജ് ഉണ്ടായിരുന്നു, പിന്നെ ഞാനത് അഡ്ജസ്റ്റ് ചെയ്തു. കുഴപ്പമൊന്നും തോന്നിയില്ല. ദ ന്യൂ ഇംഗ്ലീഷ് ഡിക്ഷണറി എന്നൊക്കെയാണ് എഴുതിയേക്കുന്നത്, പക്ഷേ ഡിക്ഷണറി ഒന്നുമല്ല. ഇത് ശരിക്കും ബുക്കിൻ്റെ അട്ടി പോലത്തെ ഒരു മെറ്റീരിയലാണ് വന്നത്. അത് കഴിഞ്ഞ് ഒരു മെറ്റൽ ബോക്സ് വരുന്നുണ്ട്. നമ്പർ സെറ്റ് ചെയ്യണ ഈ ഒരു ഭാഗമില്ലേ, ഇവിടെ നമുക്ക് നമ്പർ ചേഞ്ച് ചെയ്യാം കേട്ടോ. നമുക്ക് ഇഷ്ടമുള്ള നമ്പർ നമുക്ക് ഇതിനകത്ത് സെറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പോൾ ഇതിനകത്ത് ഇപ്പം ഞാൻ സെറ്റ് ചെയ്തിരിക്കുന്നത് 974 ആയിരുന്നു. ഇപ്പോൾ അൺലോക്ക് ചെയ്യാനായിട്ട് ഈ ഒരു ഭാഗത്തേക്ക് ബാക്കിലോട്ട് തിരികെ ഇപ്പോൾ അൺലോക്കായി. നമ്പർ ചേഞ്ച് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഈ ഒരു മെറ്റീരിയൽ ഇല്ലേ, ഇതുപോലെ തന്നെ എന്നിട്ട് മുകളിലോട്ട്, അതായത് ആദ്യം റൈറ്റ് സൈഡിലോട്ട് പ്രസ് ചെയ്തിട്ട് പിന്നെ മുകളിലേക്ക് പുഷ് ചെയ്ത് വിടാം. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇഷ്ടമുള്ള നമ്പർ ഇവിടെ സെറ്റ് ചെയ്യാം. ഇപ്പോൾ ഞാൻ ഒരു 174 ഞാൻ സെറ്റ് ചെയ്യണം. 174 ഞാൻ സെറ്റ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് ഞാൻ ഈ ലോക്ക് റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ലോക്ക് ഈ നമ്പറിലാണ് സെറ്റ് ആയിരിക്കുന്നത്. ഇതിനകത്ത് ലോക്കാവും. ഈ നമ്പർ അടിച്ചു കഴിഞ്ഞാൽ മാത്രം ഓപ്പൺ ആവും. നമ്പർ മാറ്റിക്കഴിഞ്ഞാൽ ഇപ്പോൾ 1 എവിടെ, ഓക്കെ, 1ൽ മാത്രം ഇത് ഓപ്പൺ ആവും. ഓക്കെ, ഈ ഒരു രീതിയിലാണ് നമ്മുടെ ഈ ഡിക്ഷണറി ഉപയോഗിക്കുന്നത്. ഡിക്ഷണറി അല്ല, ഇതൊരു ലോക്കറാണ്. അത്യാവശ്യം കാര്യങ്ങളൊക്കെ നമുക്ക് സൂക്ഷിച്ച് വെക്കാനായിട്ട് പറ്റും. ഓക്കെ, താല്പര്യമുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ മേടിച്ചോളൂ. ആമസോണിലുണ്ട് പ്രൊഡക്റ്റ്. അധികം വിലയൊന്നുമില്ല, 500 രൂപ. നമുക്ക് അത്യാവശ്യം കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ തന്നെ നമുക്ക് സൂക്ഷിച്ച് വെക്കാം. ഓക്കെ, അപ്പോൾ വേറൊന്നുമില്ല. ഓക്കെ, അടുത്ത വീഡിയോ.